തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുകയാണ് ദേവസ്വം വിജിലൻസ്. വസ്തുതകളുടെയും തിരുവാഭരണങ്ങളുടെയും രജിസ്റ്റർ കാണാനില്ലെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. തിരുവല്ല സ്വദേശി വി ശ്രീകുമാർ നൽകിയ പരാതിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു അന്വേഷണം. എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത തിരുവാഭരണങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററിൽ 1 മുതൽ 168 വരെ പേജുകളില്ല. ക്ഷേത്ര വസ്തുവകകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററും കാണാനില്ല. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേവസ്വം ചട്ടങ്ങൾ മറികടന്നാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ്. അംഗീകൃത ഉപദേശക സമിതി നിലവിലുള്ളപ്പോൾ ചട്ടവിരുദ്ധമായി സമാന്തരമായി രൂപീകരിച്ച മാതൃസമിതിയാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതത്രേ. ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധ എടുത്ത കേസാണിത്. അതുപ്രകാരം ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി 2024 ജൂലൈ റിപ്പോർട്ട് കൊടുത്തതാണ്. 8ാം മാസത്തിൽ തന്നെ തിരുവല്ല അഡീഷണൽ കമ്മീഷണർക്ക് അതിൻ്റെ ഓർഡർ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയായിട്ടും അതിലൊരു നടപടിയും ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടില്ല. പോയ വർഷത്തെ ഉത്സവത്തിന്റെ നോട്ടീസ് ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതിയില്ലാതെയാണ് തയ്യാറാക്കിയത്. നേർച്ചയായി ലഭിച്ച അരിയടക്കം സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചു. തന്ത്രി ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലും മരാമത്ത് പ്രവൃത്തികളിലും കൈകടത്തുന്നതായും റിപ്പോർട്ടിലുണ്ട്. തന്ത്രി തന്നെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇക്കാര്യത്തിൽ തന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്യുന്നു. അതേസമയം കണ്ടെത്തലായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഉപദേശക സമിതി നേതൃത്വം വിശദീകരിച്ചു. എല്ലാ കണക്കുകളും 2024 ഡിസംബർ വരെയുള്ള കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ലാൻഡ് രജിസ്റ്ററും തിരുവാഭരണ രജിസ്റ്ററും പോയെന്ന് പറയുന്നത് ഏകദേശം ഒരു 8-10 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. ഈ പരാതിക്കാരൻ തന്നെ ക്ഷേത്രത്തിലെ ഭരണസമിതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. സബ് ഇൻസ്പെക്ടർ വി ശ്യാമിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീവല്ലഭ ക്ഷേത്രം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.